അപ്പം ഇൻഡിപെൻഡൻസ് ഓഫ് ടു ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ടെസ്റ്റ് വെദർ ദ ഫാദേഴ്സ് ഐ കളർ ആൻഡ് സൺസ് ഐ കളർ ആർ അസോസിയേറ്റ്. അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഒരു കോണ്ടിജൻസി ഒരു ടേബിളിൽ നമ്മളുടെ ഡാറ്റാസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. തന്നിരിക്കുന്ന ഡാറ്റാസിന് നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി നമുക്കെന്താ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താ, H0 സെറ്റ് ചെയ്യണം. H0 ഒന്നെങ്കിൽ നമുക്ക് പറയാം ടു ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ ഫാദേഴ്സ് ഐ കളർ ആൻഡ് സൺ ഐ കളർ ആർ നോട്ട് അസോസിയേറ്റഡ് എന്ന് കൊടുക്കണം. കാരണം ഇൻഡിപെൻഡൻ്റ് അല്ലേ നമ്മളിവിടെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ എന്താ നോട്ട് അസോസിയേറ്റഡ്, അപ്പോൾ നോട്ട് അസോസിയേറ്റഡ് എന്ന് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ജനറലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടല്ലോ, കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് കൊടുക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, നമ്മളെന്താ വി അപ്ലൈ കൈ സ്ക്വയർ ടെസ്റ്റ്. ആ ഫോർമുല നമ്മൾ എഴുതുന്നു. സമ്മേഷൻ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മൾ പറഞ്ഞു സാധാരണ 5% ആണ് എടുക്കുന്നത്, അതായത് 0.05. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കറിയാം എന്താ, കോണ്ടിജൻസി ടേബിൾ ആയതുകൊണ്ട് റോയും കോളവും ഉണ്ട്. R-1 C -1. ഈ വാല്യൂസ് ഉള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ. വാല്യൂസ് ഉള്ളത് എത്ര, ഒരു റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പോൾ R is equal to 2 -1 × 1. C എന്ന് പറഞ്ഞാൽ കോളമാണ്. കോളം എന്താ, വാല്യൂസ് ഉള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 1 2, ഇതും 2 തന്നെ. 2 - 1 നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് എന്താ, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമുക്കറിയാം എന്താ, ഇത് തന്നെയാണ് 230, 148, 151, 471 ഒക്കെയാണ്. അപ്പം ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ ആണ്. അപ്പോൾ നമുക്ക് റോ ടോട്ടൽ ഫൈൻഡ് ചെയ്യണം. ഇതല്ലേ ഒരു ഫസ്റ്റ് റോ, അതിൻ്റെ റോ ടോട്ടൽ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. റോ ടോട്ടൽ ഈ 230 + 148 എന്താണ് സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 378. ഇനി അടുത്ത റോ ടോട്ടൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 622. ഇനി കോളം ടോട്ടലും വേണമല്ലോ. കോളം ടോട്ടൽ നമുക്കറിയാം ഈ കോളം സം ചെയ്താൽ കിട്ടുന്നത്, അപ്പോൾ 381. ഇതിവിടെ സം ചെയ്താൽ കിട്ടുന്നത് 619 ആണ്. ഇനി ഗ്രാൻഡ് ടോട്ടലും നമുക്ക് വേണം. ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ കൊടുക്കുക. ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് എന്താ, ഇത് രണ്ടും സം ചെയ്താൽ 1000 തന്നെയാണ്. ഇവിടെ എന്താ 1000 തന്നെ. അപ്പോൾ നമ്മളുടെ ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് 1000 കിട്ടി. അപ്പോൾ നമുക്ക് 230ക്ക് എക്സ്പെക്റ്റഡ്, അതായത് ഇതാണല്ലോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ 230ൻ്റെ എന്താണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. റോ ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ എത്ര, 378, കോളം ടോട്ടൽ എത്ര, 381 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ 1000 ഇസ് ഈക്വൽ ടു നമുക്ക് 144.0. സെക്കൻഡ് 148ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ, ഇതിൻ്റെ റോ ടോട്ടൽ 378, അതിൻ്റെ കോളം ടോട്ടൽ ഇൻറ്റു 619 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 233.98 കിട്ടും. ഇനി നെക്സ്റ്റ് 151ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 622 × 381 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ 236.98. ഇനി അടുത്ത 471ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കോളം റോ ടോട്ടൽ 622 × കോളം ടോട്ടൽ 619 ഡിവൈഡഡ് ബൈ 1000 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ 385.02. അപ്പോൾ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് അറിയാം. എന്താ തന്നിട്ടുള്ള വാല്യൂസ് 230, അതായത് ഈ കോണ്ടിജൻസി ടേബിളിലെ 230, 148, 151, 471 അതെടുത്ത് എഴുതുക. 230 പിന്നെ 148 ഫസ്റ്റ് റോയിലുള്ളത് എഴുതുക. പിന്നെ സെക്കൻഡ് റോയിലുള്ള 151, 471. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 230ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയായിരുന്നു, 144.02. 148ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 233.98.
36.98, പിന്നെ O71 385.02. അങ്ങനെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കിട്ടി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കിട്ടി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യണം. 230 മൈനസ് 144.03 എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 85.98. ഇനി 148 മൈനസ് 233.98 മൈനസ് 85.98 തന്നെ. അടുത്ത 151 മൈനസ് 236.98 മൈനസ് 85.98. നെക്സ്റ്റ് 471 മൈനസ് 385.02 വരുന്നത് 85.98. ഇനി നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി സ്ക്വയർ വേണം, കാരണം നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ചാണ് പോകുന്നത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ സ്ക്വയർ ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എത്ര വരുന്നത്? 85.98ൻ്റെ സ്ക്വയർ ഇസ് 7392.56. അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും വരിക. കാരണം 85.98ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 7392.56. നെക്സ്റ്റ് എന്താ, ഈ ഒരു ഡിഫറൻസിന് നമുക്ക് എന്താ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്യണം. അപ്പോൾ ഇവിടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഈ 7392.56നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 51.326 ആണ് കിട്ടുന്നത്. അപ്പം ഞാനതിനെ 326 33 ആക്കി 51.33 ആക്കി റൗണ്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇതിനെ എന്താണ് 233.98 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 31.59. പിന്നെയുള്ള വാല്യൂസാണ് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 31.19. ഇതിനെ 385.02 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 19.20. ഇനി നമുക്കെന്താ ഇതിൻ്റെ മൊത്തം സമ്മ് കാരണം ഇതിൻ്റെ മൊത്തം സമ്മാണ്, സമ്മേഷൻ ഓഫ് ആണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ടോട്ടൽ 133.31. ഇതായിരിക്കും നമുക്ക് എന്ത് കൈ സ്ക്വയറിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 133.31. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യും. ഈ കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ വാല്യൂസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ 0.05 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 0.05 നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എത്രയായിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്തിരുന്നത്? 1 അല്ലേ. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 1 ആണ് കിട്ടിയിരിക്കുന്നത്. 1ന് നേരെ 0.05 1ഉം ഡിഗ്രി ഓഫ് ഫ്രീഡം ആണിത്. അപ്പോൾ 1ഉം 0.05 ഡിഗ്രി ഓഫ് ഫ്രീഡയ്ക്ക് നേരെ വരുന്ന വാല്യൂ 3.841. അപ്പോൾ നമ്മളുടെ ടേബിൾ വാല്യൂ 3.841 ആയിരിക്കും. അപ്പോൾ ടേബിൾ വാല്യൂവിനേക്കാളും കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണോ? ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. ടേബിൾ വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്? അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു, കുറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് H0 അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താണ്, കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്. സോ റിജക്റ്റ് H0. ഇവിടെ എന്താണ് H0 റിജക്റ്റ് ചെയ്തിരിക്കുന്നത്? 2 ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. 2 ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താ റിജക്റ്റ് ആയതുകൊണ്ട് therefore 2 attributes are not independent. 2 attributes are dependent എന്ന് നമുക്ക് പറയാം. ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം. അതാണ് കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആണ്. 2 attributes are dependent. സോ നമുക്ക് എന്ത് പറയാം? ഫാദേഴ്സ് ഐ കളർ ആൻഡ് സൺ ഐ കളർ ആർ അസോസിയേറ്റഡ് എന്ന് പറയാം.